ഡങ്കി എന്ന സിനിമയ്ക്ക് ശേഷം ഷാറൂഖ് ഖാന്റെ അടുത്തൊരു ചിത്രം വരുന്നു. ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് സുജയ് ഘോഷും കൂടിയായിരിക്കും. കൂടാതെ തന്നെ ഷാറൂഖ് ഖാന്റെ ഈ ചിത്രത്തിൽ ഷാറൂഖ് ഖാന്റെ മകളായ സുഹാന ഖാനും എത്തിയേക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഈ സിനിമയിൽ ഷാറൂഖ് ഖാൻ അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രം ഡോൺ ക്യാരക്ടറായിട്ടായിരിക്കും എത്തുക. കൂടാതെ തന്നെ ഈ സിനിമയിൽ ലോങ് ഹെയറും ബിയർഡ് ലുക്കിലായിരിക്കും ഷാറൂഖ് ഖാൻ ഈ സിനിമയിൽ എത്തുക. സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ ജോലികളും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. സിനിമയുടെ ഷൂട്ടെല്ലാം ഈ വർഷം അവസാനമായിരിക്കും ആരംഭിക്കുക. ശിവകാർത്തികേയൻ നായകനാവുന്ന പുതിയ ചിത്രമാണല്ലോ അമരൻ എന്ന ചിത്രം. സിനിമയുടെ ഷൂട്ട് ഇപ്പോൾ ഇത് ഏറെക്കുറെ കംപ്ലീറ്റ് ആവാനായി എന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമയുടെ ക്ലൈമാക്സ് ഭാഗങ്ങൾ ഇപ്പോൾ ഇതാ ചെന്നൈയിൽ ഷൂട്ട് നടക്കുകയാണ്. ആക്ഷൻ രംഗങ്ങളാണ് ഈ ഷെഡ്യൂളിൽ ഷൂട്ട് ചെയ്യുന്നത്. സിനിമയ്ക്ക് ആക്ഷൻ എല്ലാം ഒരുക്കുന്നത് അൻപറവ് മാസ്റ്റേഴ്സും കൂടിയാണ്. സിനിമയുടെ ഫുൾ ഷൂട്ട് മെയ്യിലോ ജൂണിലോ എല്ലാം കംപ്ലീറ്റ് ആകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കാർത്തിക് നായകനാവുന്ന അടുത്ത ചിത്രമാണല്ലോ സർദാർ 2 എന്ന ചിത്രം. സിനിമയുടെ പൂജ ഇപ്പോൾ ഇത് അടുത്ത മാസം മെയ്യിൽ തന്നെ ഉണ്ടായേക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഈ സിനിമയിലെ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു ഡ്രഗ് മാഫിയയെ കുറിച്ചുള്ള ഒരു ചിത്രമായിരിക്കുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ. സിനിമയുടെ റിലീസെല്ലാം അടുത്ത വർഷമായിരിക്കും ഉണ്ടാവുക. ധ്രുവ് വിക്രമിനെ നായകനാക്കി സുധാ കൊങ്കര സംവിധാനം ചെയ്യുന്ന സിനിമ വരുന്നതായ റൂമറുകൾ. സിനിമയുടെ ഒരു ത്രെഡെല്ലാം ഇപ്പോൾ സുധാ കൊങ്കര ധ്രുവ് വിക്രമിനോട് പറഞ്ഞു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഒരു പക്ഷേ സിനിമയുടെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് എല്ലാം ഉടൻ പ്രതീക്ഷിക്കാം. മമ്മൂട്ടിയും പൃഥ്വിരാജും ഒന്നിക്കുന്ന ഒരു സിനിമ വരുമെന്ന് നേരത്തെ റൂമറുകളെല്ലാം വന്നിരുന്നു. ഇപ്പോഴത്തെ ഈ സിനിമയുടെ ഷൂട്ട് മെയ് മാസം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് കുറുപ്പ് എന്ന സിനിമയുടെ കഥാകൃത്തായ ജിതിൻ കെ തോമസും കൂടിയാണ്. മെയ് മാസം റിലീസ് ഉറപ്പിച്ചൊരു പ്രഭാസ് ചിത്രമായിരുന്നു കൽക്കി എടി എന്ന ചിത്രം. സിനിമയുടെ പുതിയ റിലീസ് തീയതി ഇപ്പോൾ ഒഫീഷ്യലായി തന്നെ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. സിനിമ ഇപ്പോഴത്തെ ജൂൺ മാസം 27-നായിരിക്കും വേൾഡ് വൈഡ് റിലീസ് ചെയ്യുക. ചിയാൻ വിക്രം നായകനാവുന്ന ചിത്രമാണല്ലോ വീര സൂര ധീര എന്ന ചിത്രം. സിനിമയുടെ ഷൂട്ട് ഇപ്പോഴത്തെ മധുരയിൽ ആരംഭിച്ചിരിക്കുകയാണ്. സിനിമയുടെ വലിയൊരു ഷെഡ്യൂളാണ് ആദ്യത്തെ ഷെഡ്യൂൾ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. മെയ് മാസം റിലീസിനെത്തുന്ന ടൊവിനോ ചിത്രമാണല്ലോ നടികർ എന്ന ചിത്രം. ഈ സിനിമ മൈത്രി മൂവി മേക്കേഴ്സാണ് നിർമ്മിക്കുന്നത്. ഈ സിനിമയ്ക്ക് ഇപ്പോഴത്തെ 40 കോടിയോളം മുകളിൽ ബഡ്ജറ്റ് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ലാൽ ജൂനിയർ സംവിധാനം ചെയ്യുന്ന ഈ സിനിമ മെയ് 3-ാം തീയതിയാണ് റിലീസിനെത്തുന്നത്. ശിവകാർത്തികേയൻ നായകനാക്കി എ ആർ മുരുകദ സംവിധാനം ചെയ്യുന്ന ചിത്രമാണല്ലോ SK-23. സിനിമയിൽ ഇപ്പോഴത്തെ ഒരു പ്രധാന വേഷത്തിൽ ബിജു മേനോൻ എത്തിയേക്കുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലായി തന്നെ കൺഫേം ചെയ്തിരിക്കുകയാണ് ബിജു മേനോൻ. കൂടാതെ തന്നെ ഈ സിനിമയിൽ വില്ലൻ വേഷത്തിലായി എത്തുക എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സിനിമയുടെ ഷൂട്ടെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മോഹൻലാലിനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രമാണല്ലോ L360 എന്ന ചിത്രം. സിനിമയിൽ ഇപ്പോഴത്തെ മ്യൂസിക് ഡയറക്ടറായി ജേക്സ് വിജയ് എത്തിയേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. തരുൺമൂർത്തിയുടെ മുന്നത്തെ ചിത്രമായ ഓപ്പറേഷൻ ജാവ എന്ന സിനിമയിലും ജേക്സ് വിജയ് ആയിരുന്നു മ്യൂസിക് എല്ലാം ചെയ്തിരുന്നത്.